ഹലോ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഹെയർ കെയർ ചാലഞ്ച് ഡേ 39 ആണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഒരു ഹെയർ പാക്ക് എന്ന് പറയുന്നത് ആദ്യം ഉലുവ ആണ് സോക്ക് ചെയ്യേണ്ടത്. പിന്നെ ഇതിൽ കറിവേപ്പില ഒരു രണ്ട് തണ്ട് കറിവേപ്പിലയാണ് ചേർക്കേണ്ടത്. പിന്നെ ഇത് തേങ്ങാപ്പാൽ, ഓക്കെ, തേങ്ങാപ്പാലും പിന്നെ അലോവേറ ജെല്ല്, പിന്നെ ഇത് ചെമ്പരത്തി ഇല, ഓക്കെ, ഇത് ഇത്രയും ചേർത്തിട്ട് നന്നായി മിക്സിയിൽ അടിച്ചിട്ട് എടുക്കേണ്ടതാണ്. പിന്നെ നന്നായി സ്മൂത്തായി പേസ്റ്റ് അരച്ചിട്ട് തലയിൽ അരമണിക്കൂർ വെച്ചിട്ട് നന്നായി കഴുകിക്കളയാവുന്നതാണ്. നിങ്ങൾക്ക് ഉലുവയുടെ ഒക്കെ തരിതരികളുണ്ടെങ്കിൽ അത് അരിച്ചെടുത്തിട്ട് വേണം നിങ്ങൾക്ക് ഈ ഒരു ഹെയർ പാക്ക് ഉപയോഗിക്കാനായിട്ട്. മുടി ഡ്രൈ ആവുകയാണെങ്കിൽ വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ അലോവേറ ജെല്ല് നിങ്ങൾക്ക് തുമ്പത്തിൽ തടവി കൊടുക്കാവുന്നതാണ്. ഓക്കെ, ഇതിത്രയാണ് ഡേ 39ത്തെ ഒരു ഹെയർ കെയർ റെമഡി എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അടുത്തടുത്തായിട്ട് തന്നെ വീഡിയോസ് ഇടുന്നതാണ്. പിന്നെ ഇനിയൊരു കാര്യം പറയാനായിട്ടുള്ളത്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമില്ലെങ്കിൽ കമൻറ്റ് ചെയ്യാതെ ഇരിക്കുക. ഓക്കെ, അത് അർത്ഥമില്ലാത്ത കമൻറ്റ്സ് ഒന്നും നിങ്ങൾ ഇടാണ്ട് ശ്രമിക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇനി യൂസ്ഫുള്ളാവുന്ന വീഡിയോസ് ആയിട്ട് ഞാൻ വരുന്നതാണ്. ഇതിൽ ഹെയർ കെയർ, സ്കിൻ കെയർ ചാലഞ്ചായിട്ടൊക്കെ ഞാൻ വീഡിയോസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സ്കിൻ കെയർ ചാലഞ്ചല്ല, സ്കിൻ കെയർ റിലേറ്റഡ് ആയിട്ടുള്ളത് ആണ് ഞാൻ ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾക്ക് യൂസ്ഫുള്ളാവുന്ന വീഡിയോസ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു ചാനൽ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോസൊക്കെ ആദ്യം നോക്കുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഒരു ഓപ്ഷൻ തന്നെ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക. പിന്നെ ഞാൻ എപ്പോഴൊക്കെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നു അപ്പോഴൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതാണ്. പിന്നെ നിങ്ങൾ വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ എത്ര ആവുന്ന അത്ര നിങ്ങളുടെ ഫ്രണ്ട്സ് സർക്കിളിലും റിലേഷൻസിലും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. യൂസ്ഫുൾ ആവുന്ന വീഡിയോസ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ കാണാം. പിന്നെ ഈ ഒരു ഹെയർ പാക്ക് കൂടെ തന്നെ, അതായത് ഈ ഹെയർ പാക്ക് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് രാത്രി നിങ്ങൾക്ക് എപ്പോഴും സ്കാൽപ്പ് മസാജ് ചെയ്യേണ്ടതാണ്. ഒരു ഓയിൽ മസാജ്, ലൈറ്റായിട്ടുള്ള ഓയിൽ മസാജ് നിങ്ങൾക്ക് ചെയ്യാം. ഇല്ലെങ്കിൽ ഡ്രൈ മസാജാണ് നല്ലത്. ഓയിൽ നിങ്ങൾക്ക് നൈറ്റ് അപ്ലൈ ചെയ്യാണ്ട് ഇരിക്കുന്നതാണ് ബെറ്റർ ഓപ്ഷൻ. അതായത് മുടി വളരാൻ ഓയിൽ ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷെ ഡേ ടൈമിൽ ഉപയോഗിച്ചാൽ തന്നെ അത് ഹെൽപ്ഫുള്ളായിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് ഒരു രീതി, നിങ്ങൾക്ക് ഓവർനൈറ്റ് ഓയിൽ യൂസ് ചെയ്യുന്ന ഒരു ശീലം ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, ഇത്രയാണ് പറയാനുള്ളത്. പിന്നെ സ്കാൽപ്പ് മസാജ് നിങ്ങൾക്ക് ഇൻവേർഷൻ മെത്തേഡായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ 10 മിനിറ്റോളം സർക്കുലർ മോഷനിൽ നിങ്ങൾക്ക് എപ്പോഴും സ്കാൽപ്പ് മസാജ് ചെയ്യേണ്ടതാണ്. ഓക്കെ, ഇതിലൂടെ മുടി പ്രശ്നങ്ങൾ കുറഞ്ഞ് വരുന്നതാണ്. മെയിനായിട്ട് താരൻ മുടി കൊഴിച്ചിലാണ് കുറയുന്നത് സ്കാൽപ്പ് മസാജിലൂടെ. ഓക്കെ, പിന്നെ ബേബി ഹെയർസൊക്കെ വരാൻ തുടങ്ങുന്നതാണ്. അപ്പോൾ എനിക്കും കുറച്ചൊക്കെ ബേബി ഹെയർസ് ഇവിടെ നെറ്റി ഭാഗത്ത് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒക്കെ നോക്കിയാൽ തന്നെ മെല്ലെ അറിയാൻ പറ്റുന്നതാണ്. ഈ ഒരു ഹെയർ പാക്ക് നിങ്ങൾ ഏത് ഉപയോഗിച്ചാലും ഇങ്ങനെ ഗ്യാപ്സ് ഉള്ളവിടെ നന്നായി തേച്ച് പിടിപ്പിക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ റെഗുലറായിട്ടൊന്നും എല്ലാ ഹെയർ പാക്ക് യൂസ് ചെയ്യുമ്പോൾ ഷാംപൂ ഇടേണ്ട ആവശ്യമില്ല. നിങ്ങൾ തീരെ തിക്കായിട്ടുള്ളതാണെങ്കിൽ
മാത്രം മുടിയിൽ ഒട്ടുന്ന രീതിയിലാണെങ്കിൽ മാത്രം ഷാംപൂ, മൈൽഡായിട്ടുള്ള ഒരു ഷാംപൂ ഉപയോഗിച്ചിട്ട് വേണം നിങ്ങൾക്ക് തല കഴുകി എടുക്കാവുന്നതാണ്. ഓക്കെ, പിന്നെ എപ്പോഴും ഓയിൽ മസാജ് ചെയ്യേണ്ടതാണ്. പിന്നെ ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ആഴ്ചയിൽ 2 പ്രാവശ്യം നിങ്ങൾക്ക് ഹോട്ട് ഓയിൽ മസാജ് ചെയ്ത് എടുക്കാവുന്നതാണ്. അത് നിങ്ങളുടെ ഓപ്ഷനാണ്. ഓക്കെ, അപ്പോൾ ഞാൻ എപ്പോഴും നോർമലി ഞാൻ ഹെയർ ഓയിൽ ഉപയോഗിക്കുമ്പോൾ തന്നെ മസാജ് ചെയ്യാറുണ്ട്. പിന്നെ രാത്രിയും ഞാൻ സ്കാൽപ്പ് മസാജ് ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ എക്സ്ട്രാ ഒന്നും ഹോട്ട് ഓയിൽ മസാജ് എൻ്റെ മുടിയിൽ ചെയ്യാറില്ല. ഓക്കെ, ഇതാണ് ഞാൻ ഹെയർ കെയറിൽ ഞാൻ നോക്കുന്നത്. ഓക്കെ, ഹോട്ട് ഓയിൽ മസാജ് ചെയ്യുമ്പോൾ തന്നെ അത് ഒരു ടൈം പീരിയഡ് ഉണ്ട്. എന്നാലേ അത് മെല്ലെ മെല്ലെ മുടി ഗ്രോത്ത് ആവുന്നത് നിങ്ങൾക്ക് മെല്ലെ കാണാൻ പറ്റുള്ളൂ. അത് കണ്ടിന്യൂ ആയിട്ട് ചെയ്യണം. അറ്റ്ലീസ്റ്റ് ആഴ്ചയിൽ 2 പ്രാവശ്യം ചെയ്യണം. മന്ത്ലി ത്രൈസ്. അതായത് മുടി വളർച്ച വേണം, ഒട്ടും സ്കാൽപ്പ് ഹെൽത്തി അല്ല എന്ന് പറയുന്നവർക്കാണ് ഈ ഒരു മാസത്തിൽ 3 പ്രാവശ്യം നിങ്ങൾക്ക് ഹോട്ട് ഓയിൽ മസാജ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, ഇത്രയൊക്കെയാണ് ഹെയർ കെയർ ടിപ്സ്. അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.